ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൃഷി വിശേഷം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്ന് കൃഷി നടത്തുന്ന എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ച് UK എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. കാരണം ഇത് കണ്ട് കാര്യം മനസ്സിലാക്കി നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഫാമിലിയായിട്ട് താമസിക്കുന്ന എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഹായ് കൂട്ടുകാരെ, നിങ്ങൾ ഈ ഇൻഫർമേഷൻ അറിഞ്ഞോ? ഈ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ നിന്ന് 1000 പൗണ്ട് പെനാൽറ്റി വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ പബ്ലിക് മീഡിയയിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈ സമയങ്ങളിൽ നമുക്കറിയാം വളരെ ശക്തമായ വേനലാണ്, നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് UK. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലെ ചെടികൾ നനയ്ക്കാൻ വേഗം പൂവാലി വാങ്ങിക്കാനുള്ള പരിപാടി നോക്കിക്കോ. നമ്മൾ ഇനി ഓസ് വെച്ച് നമ്മുടെ ചെടികളോ നമ്മുടെ കാറുകളോ ഒക്കെ കഴുകുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്ക് 1000 പൗണ്ട് ഫൈൻ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു നിയമം ഓൾറെഡി UK വന്നിട്ടുണ്ട്. അത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചെടിയെ സ്നേഹിക്കുന്ന, കൃഷി ചെയ്യുന്ന സഹോദരങ്ങൾ ഈ കാര്യം ഒന്ന് അറിഞ്ഞിരുന്ന് എത്രയും പെട്ടെന്ന് പൂവാലി വാങ്ങിക്കുക. പല വിലയിലുള്ള പൂവാലികൾ അവിടെ കിട്ടും. അപ്പോൾ വെള്ളം നനയ്ക്കാൻ ഈ സാധനമേ ഇനി ഉപയോഗിക്കാവൂ. പുതിയൊരു അനൗൺസ്മെൻറ്റ് UK ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വരുന്നത് വരെ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇൻഫർമേഷൻസ് ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, എങ്കിലും അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാൻ തോട്ടത്തിൽ നമ്മുടെ ഗാർഡനിൽ വെച്ച ഒരു പ്ലാന്റ് ഇതിനു മുമ്പ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ അന്നത്തെ സ്റ്റൈലാണിത്. ഇപ്പോൾ അത് ഈ സ്റ്റൈലിലായിട്ടുണ്ട്. അത് കുറേയൊക്കെ ഉണങ്ങി, അത് ഈ മഴയൊക്കെ പെയ്ത് കുറച്ച് എന്താ പറയുക, ഒരു വ്യത്യസ്തമായ തലത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഒരു കാര്യം ഈ പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇത് എന്താണെന്നൊരു ഐഡിയ ഉണ്ടായില്ല. അപ്പം ഞാൻ ആദ്യം കാണിച്ച ആ വീഡിയോ കണ്ടതുപോലെ അത് പിഞ്ചായിരുന്ന സമയത്ത് ഞാൻ പറിച്ച് തോരൻ വെക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതായിരിക്കും ഇതിൻ്റെ പരിപാടി എന്ന് വിചാരിച്ചു. പക്ഷേ ഈ സാധനം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഇതൊരു നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണേ. അപ്പോൾ ഇത് മനസ്സിലായവർ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഉണങ്ങാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. പക്ഷേ 1-2 ഉണങ്ങി കിട്ടുള്ളൂ. എങ്കിലും നമുക്കത് പറിച്ച് എന്താണ് സംഭവം എന്നുള്ളത് ക്ലിയറായിട്ട് നോക്കണം. ഇത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധനമാണ് ഇതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് പറിച്ചെടുത്തപ്പോൾ അതിനകത്ത് നല്ലത് എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് പറിച്ചെടുത്ത് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആകെ ഇത്രയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതൊന്ന് പൊളുന്ന് കാണിച്ചു തരാവേ. കാരണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും. നിങ്ങൾ ഗസ് ചെയ്തേ ഈ സാധനം എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ സ്ഥിരമായിട്ട് UK ആളുകൾ നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നൊരു സാധനമാണത്. എനിക്ക് ആദ്യമൊന്നും ഇത് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. പക്ഷേ ഇപ്പോഴാണ് ഈ സംഭവമാണെന്ന് മനസ്സിലായത്. ഓക്കെ, നമ്മുടെ ഗാർഡനിലെ പൂക്കളൊക്കെ സെറ്റായി വരുന്നു. കുറേ പൂക്കളുണ്ടാവും കേട്ടോ. മിക്കവാറും ഒരു മാസം കൊണ്ട് കഴിയുമ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് കാണുമേ. ഇത്രയും സാധനം മൊത്തത്തിൽ ഞാൻ പൊളിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടെ വീഡിയോയ്ക്ക് കമൻറ്റൊക്കെ വളരെ കുറവാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പൊളിച്ച് കഴിഞ്ഞു. ഇതാ കാണുന്നു ഈ സാധനം. ഇത് എന്താണ് ഇവിടെ? അപ്പോൾ ഇതാണ് ഗ്രീൻ പീസ്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയുമായിട്ട് പിന്നെയും കാണാം.